ആ ഹൊറർ സ്കെയർ ഫീലിംഗ് ഒക്കെ എല്ലാം അതുപോലെ തന്നെ ഉണ്ട്, അതിലും ബെറ്റർ ആയിട്ടുണ്ട്. പഴയതിന്റെ അത്ര വയലൻസും കാര്യങ്ങളൊന്നും എന്നിരുന്നാൽ പോലും ഹിറ്റ് 3 മോഡല് അതിന്റെ താഴെ കില്ലിന്റെ താഴെ മാർക്കോ. സംഭവം എന്താണെന്ന് എല്ലാവരും അത്രേ ഉള്ളൂ. Hey Cinephiles, welcome back. The most traumatic film franchise ever, the sixth part of Final Destination. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫാൻസ് എല്ലാം കാത്തിരുന്ന ബ്ലഡ് ലൈൻസ് ഇന്ത്യയിൽ റിലീസ് എത്തിയിരിക്കുകയാണ്. കണ്ടിറങ്ങി മുടിച്ചിനോട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഏതാണ് നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ബെസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ പാർട്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നേരെ റിവ്യൂല് എങ്ങനെ ഉണ്ടായിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ? കുഴപ്പമില്ല, പണ്ടത്തെ എല്ലാം കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ കാണാൻ വന്നതാണ്. പിന്നെ കുഴപ്പമില്ല, ഇത്തവണ കുഴപ്പമില്ലാത്തൊരു സ്റ്റോറി ലൈനൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് ടെൻഷൻ ബിൽഡിങ്ങും രസമുണ്ട്. പിന്നെ കുറേ കാലം എനിക്ക് തോന്നുന്നു 10-14 വർഷത്തിന് മുമ്പാണ് ലാസ്റ്റ് പടാൻ വേണ്ടത്. ആ സീരീസിന്റെ ഹൈപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു പുതിയ പിള്ളേരും ഒക്കെ ഈ ഒരു ഫ്രാഞ്ചൈസി ഇപ്പോൾ കണ്ടിട്ടായിരിക്കും ഈ സീരീസിന് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയതിൻ്റെ അത്ര വയലൻസും കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. VFX ഒക്കെ ടെൻഷൻ ബിൽഡിംഗ് ഒക്കെ രസമാണ്. പിന്നെ കുറേ കാര്യങ്ങൾ അതായത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യും ഇപ്പൊ അടുത്ത സംഭവിക്കാൻ പാടില്ല, അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ മാറ്റി പിടിച്ചിട്ടുണ്ട്. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ? ബ്രോ ജസ്റ്റ് സിനിമ ഓരോ സീനും കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ സീൻ കാണുമ്പോൾ അടുത്ത് എന്താ സംഭവിക്കുന്നത് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അവർ ത്രില്ലടിച്ചിരിക്കാൻ പറ്റിയില്ല. പിന്നെ ബാക്കി സീരീസ് ഒക്കെ കണ്ടവർക്കാണെങ്കിൽ സെയിം അവർ ടെംപ്ലേറ്റ് മാറ്റി വെച്ചേക്കുന്നത്, വേറെ ഡിഫറൻ്റ് ആയിട്ടൊന്നും പറയാനില്ല. പിന്നെ കുറച്ച് ബ്രൂട്ടലും വയലൻസും ഒക്കെ പ്രതീക്ഷിച്ചു വന്നു, അത് നമ്മൾ നിരാശയായി പോയി. അത്ര എക്സ്പെക്ട് ചെയ്തല്ലോ. ഇന്ത്യയിൽ കുറെ വയലൻസ് സിനിമ ഇറങ്ങിയോണ്ടാണ് അത്രയും എക്സ്പെക്ടേഷൻ. അതുകൊണ്ടായിരിക്കും മേ ബി ഒട്ടും ആ വയലൻസ് ഒട്ടും അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. ആ സീൻസ് ചില സീൻസിൽ ബ്ലഡിന്റെ സീനൊന്നും ഒട്ടും കറക്റ്റായിട്ട് വർക്കൗട്ട് ആയില്ല. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഭയങ്കര ഡൗൺ ആണെന്ന് തോന്നുന്നത്. ഫേസിൽ ബ്ലഡ് വന്ന സീൻ മാർക്കോയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ മാർക്കോ ഫാർ ബെറ്റർ. ഇതിനകത്ത് ബ്ലഡ് അങ്ങനെയല്ല തെറിക്കുന്നത്. മാർക്കോയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്കോ ലെവൽ വന്നില്ലല്ലേ? മാർക്കോ ലെവൽ പോലും ഇല്ല ആ ഒരു ബ്ലഡ് വരുന്ന സീനൊക്കെ. ഇത് എനിക്ക് റീസെന്റ് ഇപ്പൊ ഹിറ്റ് 3 ആണ് കണ്ടിട്ട് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു വയലൻസ് സിനിമയില്. അത് ബാക്കിയെല്ലാം അതിനെക്കാട്ടിലും താഴെയാണ്. ഹിറ്റ് 3 മോഡല് അതിന്റെ താഴെ കില്ലിന്റെ താഴെ മാർക്കോ. വെയിറ്റ് ചെയ്തിരുന്നതാണ്. വെയിറ്റ് ചെയ്ത് 4DX കാണാൻ ഇരുന്നേ. പിന്നെ വിചാരിച്ച് ഫാൻ FPS തന്നെ കാണണമല്ലോ. ഓവറോൾ ഫ്രാഞ്ചൈസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇത് കുഴപ്പമില്ലാത്ത മൂവിയാണെന്ന് മാത്രം പറയാം. അതായത് 5th പാർട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇതിന്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് തോന്നി. അതാകുമ്പം ബ്രൂട്ടൽ സീൻസ് ഒന്നും ഇല്ല, ആ ഗോർ സീൻസ് അങ്ങനെയൊന്നും ഇല്ല. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കുറച്ചെങ്കിലും നല്ലൊരു സീൻസ് ഉണ്ടായത്. അതായത് ഹോസ്പിറ്റൽ സീൻ ആയാലും എല്ലാം നല്ലപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ സെൻസർ ബോർഡ് കട്ട് ചെയ്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും ചെയ്തിട്ടില്ല. ഓവറോൾ പടം പറയുകയാണെങ്കിൽ ഒരു 7.5/10 കൊടുക്കുക. ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം. നമ്മൾ കുറെ ഇന്ത്യൻ വയലൻസ് മൂവി കണ്ടിരിക്കുന്നവർക്ക് ബ്രൂട്ടാലിറ്റി ഒക്കെ ഇതിനകത്ത് ബ്രൂട്ടാലിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ മൂവീസൊക്കെ നോക്കുവാണെങ്കിൽ കുറെ ബ്രൂട്ടാലിറ്റി ഉണ്ട്, പക്ഷെ ഇതിലൊട്ടും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ കണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. മൂവി അതിന്റെ ആ ഒരു കണ്ടിന്യൂഷൻ തന്നെ ആയിരുന്നു. അതേ ഒരു ത്രില്ലും എക്സ്പീരിയൻസും തന്നെ ആയിരുന്നു. ഹൊറർ സ്കെയർ ഫീലിംഗ് ഒക്കെ എല്ലാം അതുപോലെ തന്നെ ഉണ്ട്, അതിലും ബെറ്റർ ആയിട്ടുണ്ട്. ടോട്ടലി സ്റ്റോറി ഒക്കെ മാറ്റമുണ്ടോ? ഇല്ല, റിമെയിൻസ് സെയിം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതേ കണക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ മൂവി ആ സീരീസ് അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫാൻസിനൊക്കെ ആ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്തോ? എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തു. യൂഷ്വൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെ തന്നെ ഉണ്ടായിരുന്നു. യൂഷ്വൽ സ്റ്റോറി, യൂഷ്വൽ മേക്കിംഗ് അങ്ങനെ തന്നെയാണോ? ഡിഫറെന്റ് ആയിട്ട് വ്യത്യാസമുണ്ട്. യൂഷ്വൽ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു ജംപ് സ്കെയർ മൊമെന്റ്സ് അങ്ങനെ ഭയങ്കര സ്കെയർ ആയിട്ടില്ല. നമുക്ക് അറിയാം ഇത് വരുമെന്ന്, പ്രെഡിക്റ്റബിൾ ആണ്. ക്വാളിറ്റി ഒക്കെ നല്ലതായിരുന്നു. നമ്മൾ യൂഷ്വൽ സ്റ്റോറി ലൈനൊക്കെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയത്? മേക്കിംഗ് വൈസും ഡിഫറെന്റ് ഒന്നും അല്ല, ഒരു കുറച്ച് പ്ലോട്ട് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറെ റെഫറൻസ് ഒക്കെ ഉണ്ട് പഴയ മൂവീസുമായിട്ടല്ല. അതെല്ലാം കൂടെ ഭയങ്കര കണക്റ്റഡ് ആണെന്ന് മനസ്സിലാവും ഇത് കാണുമ്പോൾ. സംഭവം എന്താണെന്ന് എല്ലാവരും അത്രേ ഉള്ളൂ. അവർ എക്സ്പെക്ട് ചെയ്ത വയലൻസും അതൊക്കെ ഉണ്ടായിരുന്നു, ബ്രൂട്ടൽ സീൻസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ലോണം കാണിക്കുന്നുണ്ട്. ടോട്ടൽ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ആണ്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. മുന്നത്തെ സീരീസിൽ നിന്ന് ബെസ്റ്റ് ആയിട്ട് തോന്നിയോ? മുമ്പത്തെ സീരീസ് വെച്ച് കഥ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. കാരണം മുമ്പത്തെ സീരീസിൽ ഉള്ള സ്റ്റോറി നമ്മൾ നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ.